നല്ല സൂപ്പർ പടം. സൂപ്പറാണ്. ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് കുട്ടികളാണ്. അപ്പോൾ കുട്ടികൾക്കാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് പ്രാധാന്യമുള്ളത്. അപ്പോൾ നമ്മൾ ഈ സിനിമ കാണാൻ വന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കുട്ടിയുടെ മനസ്സ്, ഒരു കുട്ടിത്തമുള്ള ഒരു മനസ്സോട് കൂടി തന്നെ ഈ സിനിമ കാണാൻ വരുന്നത്. കൺസെപ്റ്റ് ഒരു നൈസ് കൺസെപ്റ്റാണ്. എല്ലാവർക്കും ഫാമിലിയായിട്ട് കാണാൻ പറ്റും, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും, എൻജോയ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഹാപ്പി മൂവിയാണ്. ത്രീ പോപ്പിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിന്റെ മഹാനടൻ ശ്രീ മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രം ഇന്ന് റിലീസായിരിക്കുകയാണ്. ഫാമിലി ഓഡിയൻസിന് ഈ ക്രിസ്മസിനെ ആഘോഷിക്കാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ് ബറോസ്. കാരണം ചിത്രം 3Dയിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ആദ്യ ഷോ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തിലേക്ക് നമുക്ക് പോകാം. നന്നായിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ ഫാമിലിയായിട്ട് കാണാൻ പറ്റും, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും, എൻജോയ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഹാപ്പി മൂവിയാണ്. 3D ഒക്കെ നന്നായിട്ടുണ്ട്, കൊള്ളാം. കോമഡി ഒന്നുമല്ല, പക്ഷെ നമുക്ക് ഫാന്റസിയുടെ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു പ്ലസന്റ് ആയിട്ടുള്ളൊരു ഹോളിവുഡ് ലെവലാണ്. അത്രയും കുറേയില്ല, എന്നാലും കൊള്ളാം. കണ്ടിരിക്കാം. ഇഷ്ടപ്പെട്ടു. ഫാമിലിയായിട്ട് കാണാൻ പറ്റും. ഓക്കെ. കുഞ്ഞങ്ങൾക്ക് പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 3D നല്ല എഫക്റ്റ് ഒക്കെ കാര്യങ്ങളും. ലാലേട്ടൻ എങ്ങനെയുണ്ട്? സൂപ്പർ. മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ആണാണ്. കുഴപ്പമില്ല, നല്ല പടം. മേക്കിംഗ് അടിപൊളിയല്ല. ലാലേട്ടൻ കുഴപ്പമില്ല. നല്ല സൂപ്പർ പടം. സൂപ്പറാണ്. പടം എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതെ അല്ല, ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് കുട്ടികളാണ്. അപ്പോൾ കുട്ടികൾക്കാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് പ്രാധാന്യമുള്ളത്. അപ്പോൾ നമ്മൾ ഈ സിനിമ കാണാൻ വന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കുട്ടിയുടെ മനസ്സ്, ഒരു കുട്ടിത്തമുള്ള ഒരു മനസ്സോട് കൂടി തന്നെ ഈ സിനിമ കാണാൻ വരുന്നത്. അപ്പോൾ ശരിക്കും ഒരിക്കലും മോശമാക്കില്ല ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ലാലേട്ടനാണ്. അപ്പം തീർച്ചയായും അതിൻ്റെ എഫേർട്ട് മൊത്തം എടുത്ത് ചെയ്യുമെന്നുള്ളതുണ്ടായിരുന്നു. തീർച്ചയായും അത് 3Dയിലായാലും അതിൻ്റെ കൺസെപ്റ്റ് ഒരു നൈസ് കൺസെപ്റ്റാണ്. മുമ്പ് വന്നിട്ടുള്ള കൺസെപ്റ്റ് ആണെങ്കിൽ പോലും നല്ലൊരു നൈസ് കൺസെപ്റ്റ്, നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന നല്ലൊരു കൺസെപ്റ്റ് നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. ഒരു നമ്മളല്ലേ, ഇത് കുട്ടികൾക്ക് ടാർഗറ്റാണ്. അപ്പോൾ എല്ലാ കുട്ടികളും കുടുംബത്തോട് വന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇത്. തീർച്ചയായും തുടക്കം മുതൽ നല്ലപോലെ കൊണ്ടുപോകുന്ന ഒരു നൈസ് പടം. ഒരു വിഷ്വലി കൊള്ളാം. നല്ല 3D വർക്കാണ്. മൊത്തത്തിലൊരു റിച്ച്നെസ് ഫീൽ ചെയ്യുന്ന രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. പറയേണ്ട കാര്യം, ഇത് ഒരിക്കലും ഒരു ലാലേട്ടൻ്റെ ഒരു മാസ് എൻ്റർടൈൻമെൻറ്റോ അങ്ങനെ ആ രീതിയിൽ കാണേണ്ട പടമല്ല. അങ്ങനെ ആരും പ്രതീക്ഷിച്ച് വരരുത്. ഇത് മാസ് എൻ്റർടൈൻമെൻറ്റ് സിനിമയല്ല. ഇത് നമ്മുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് കുട്ടികളാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ സമീപിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഗ്രാഫിക്സ് ഒക്കെ കുഴപ്പമില്ല, ഓക്കെയാണ്. എത്ര നാളത്തെ ഒരു എഫേർട്ട് അനുസരിച്ച് നോക്കുമ്പോൾ തീർച്ചയായും കണ്ടിരിക്കാവുന്ന, കുടുംബത്തോടെ വന്ന് കുട്ടികളുമായിട്ട് കൊണ്ട് ഇപ്പം മാർക്കോ സിനിമ അറിയാലോ. മാർക്കോ വന്നിട്ട് ഒരു വലിയ വയലൻസ് ഉള്ളൊരു പടമാണ്. മലയാളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു വയലൻസ് സിനിമയായിട്ടുള്ള മാർക്കോ വന്ന് അത് കുട്ടികൾക്ക് കയറാൻ പറ്റത്തില്ല. പക്ഷേ നേരെ മറിച്ചത് ഇപ്പോൾ അതേ സമയത്ത് തന്നെ കുട്ടികൾക്ക് കൂടി വേണ്ടി ഒരു സിനിമ ഇറക്കുന്നു. നമ്മുടെ മോളിവുഡ് എങ്ങനെ പോകുന്നു എന്നുള്ളതിന് നമുക്ക് ശരിക്കും അഭിമാനിക്കാവുന്ന തരത്തിലുള്ളൊരു 2020 നമ്മുടെ മലയാള സിനിമയ്ക്ക് വലിയൊരു വർഷം തന്നെയാണ്. തീർച്ചയായും ഒരുപാട് മികച്ച സിനിമകൾ ഇറങ്ങിയ ഒരു വർഷം തന്നെയാണ് 2024. അതുപോലെ ശരിക്കും ഒരു സിനിമ സിനിമ സ്നേഹി എന്ന രീതിയിൽ ഒരുപാട് അഭിമാനം ഉണ്ടാകുന്ന ഒരുപാട് സിനിമകൾ 2020 വന്നു. ഇപ്പോൾ അവസാനമായിട്ട് ബറോസ് വന്നു. ശരിക്കും മലയാള സിനിമയ്ക്ക് നല്ലൊരു വർഷം തന്നെയാണ്. 3D ആണ്. മേക്കിംഗ് കൊള്ളാം. എല്ലാവരും കുടുംബത്തോടെ വന്ന് ബറോസ് കാണുക. തീർച്ചയായും കുടുംബത്തോടെ വന്ന് കണ്ടിരിക്കാവുന്ന ഒരു നൈസ് പടം തന്നെയാണ്. ഹോളിവുഡ് വിഷ്വലി നല്ലത്. ഇതിലുള്ള പുതിയ സിനിമകളുടെ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാനായി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.